ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഉള്ളിവട. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഉള്ളിവടയാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേപോലെയുള്ള നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. 4 മീഡിയം സൈസിലുള്ള സവോള ഞാൻ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സവോളയിലൊക്കെ ഉപ്പ് നന്നായിട്ടൊന്ന് പിടിക്കണം. അതുപോലെ തന്നെ സവോളയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ സവാള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 3 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിവട നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മൈദാമാവിൽ എല്ലാ സൈഡിലും ബേക്കിംഗ് സോഡയും അരിപ്പൊടിയൊക്കെ ഒന്ന് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ ഉപ്പും ചേർത്ത് വെച്ചിരുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദാമാവാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി മൈദാമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സവോള ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂൺ കായപ്പൊടിയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് നമ്മൾ 2ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 1/2 കപ്പ് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഉപ്പ് നമ്മൾ ആദ്യമേ സവോളയിൽ ചേർത്തത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ മൈദാമാവൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കണം. നല്ല കട്ടിയായിട്ടാണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ആകെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, പക്ഷെ അതൊന്നും സാരമില്ല. ഇപ്പോൾ നമുക്കിത് ചെറിയൊരു ബോൾ പോലെ ആക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിവട തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കണം. കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെള്ളത്തിൽ മുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറിയൊരു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് നടുവിലായിട്ട് ചെറിയ ഒരു കുഴി പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉള്ളിവടയും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഉള്ളിവട ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയി വരും, എന്നാൽ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ 2-3 തവണ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാവിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ചെറിയൊരു ബോൾ പോലെ ആക്കി എടുക്കുക. എന്നിട്ട് അതിന് നടുവിലൂടെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കുക. എന്നിട്ടിത് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിവട തയ്യാറാക്കുമ്പോൾ മാവ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 1 അവറൊക്കെ വെച്ചതിന് ശേഷം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിവട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഈവനിങ് സ്നാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനാവും നോക്കുക. ഇതിപ്പോൾ ഞാൻ മാവൊക്കെ മിക്സ് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്.
ഇത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള നല്ല ഉള്ളിവടയാണ്. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട്, എന്നാൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്